الحمد لله العليم القدرة والشان شديد البطش والبرهان بسم الله ما شاء الله وما لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ആദരണീയ പണ്ഡിതന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാരത്രിക ലോകത്തിന്റെ തീരമാണയാനുള്ള എടുത്തുവഞ്ചിയാണല്ലോ ഈ ജീവിതം. ഈ വഞ്ചിയിലെ സൃഷ്ടാവായ നാഥൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ അവനെ അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ളതാണ് സ്വർഗം. ജനനവും മരണവുമുള്ള ഈ ഭൂമിയിൽ സൃഷ്ടാവായ നാഥൻ അണുമുറിയാത്ത തലമുറകളായി മനുഷ്യകുലത്തെ നേരിടുന്നതിൽ അല്ലാഹുവിന്റെ യുക്തിയുണ്ട്. ഈ വിശാലമായ പ്രപഞ്ചവും അതിലെ വിശാലമായ ജലാജലങ്ങളും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് ഒരുക്കിയിട്ടുള്ളതാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്വർഗം ആഗ്രഹിക്കാത്തവരായാലും ഈ ദുനിയാവിൽ നാളെ പരലോകത്തെ വലത്തെ കയ്യിൽ കിതാബ് ലഭിച്ച് സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നുപോകാൻ ആഗ്രഹിക്കാത്തവരായി ഏതൊരു നല്ലവരാണ് ഈ ദുനിയാവിൽ. എന്താണ് ആ ലോകം? ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചിറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, അളക്കാൻ കഴിയില്ല. കാരണം അത്രമേൽ വിശാലമാണത്. എത്ര വലുത് പറഞ്ഞാലും തീരില്ല. അത്രമേൽ അനുഗ്രഹമാണ് അല്ലാഹു അതിൽ നിറച്ചു വച്ചിട്ടുള്ളത്. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴവും കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, കൈകൊട്ടുവാൻ ചില തൊഴിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ, വാങ്ങുവാൻ വീട് കൊതിയുണ്ട്. ഓ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, എത്ര പണമുണ്ടായാലും എത്ര സ്വാധീനം ഉണ്ടാക്കിയാലും പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് വാങ്ങുവാൻ കഴിയുമോ? ഒരിക്കൽ കലീമുള്ള മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോടായി ചോദിക്കുകയാണ്, പടച്ചറപ്പേ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി ഏതാണ്? അപ്പോൾ അല്ലാഹു പറയുകയുണ്ടായി, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ശേഷം ഒരാൾ വരും, എന്നിട്ട് അവനോടായി ചോദിക്കും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കൽപ്പിക്കും. എന്നിട്ട് അവൻ പറയും, അല്ലാഹുവേ, സ്വർഗത്തിലെ ജനങ്ങളെല്ലാം എങ്ങനെയാണ് അവരവരുടെ സ്ഥാനം പിടിച്ചു നിർത്തുന്നത്? അപ്പോൾ അല്ലാഹു പറയുകയുണ്ടായി, അങ്ങ് ദുനിയാവിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവന്റെ അധികാരത്തിന്റെ അളവ് നിനക്ക് കിട്ടിയാൽ നിനക്കത് തൃപ്തിയാകുമോ? അപ്പോൾ അല്ലാഹുവിനോട് ആ ദാസൻ പറയും, എനിക്ക് തൃപ്തിയാണ് റബ്ബേ, എനിക്ക് തൃപ്തിയാണ് റബ്ബേ, എന്റെ അടിമക്കത് തൃപ്തിയാണ്. അത് പറയുമ്പോൾ എന്റെ മനസ്സുള്ളിൽ കൊതുകും, നിന്റെ കണ്ണിൽ രസിക്കുന്നതൊക്കെ നിന്റേതാണ്. ഓ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പഴുതിയാണിത്. അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ഊഹിക്കാൻ പോലും കഴിയുമോ? അതില്ല. പടച്ചറബ്ബേ, ഏവരെയും സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.